കാതടപ്പിക്കുന്ന ശബ്ദവുമായി ഇന്ത്യൻ മണ്ണിലേക്ക് പറന്നിറങ്ങുകയാണ് ഭീമൻ യുദ്ധവിമാനം. ഈ വിമാനം നമ്മുടെ രാജ്യത്തെത്തിയാൽ ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ ശക്തി 10 മടങ്ങാണ് വർദ്ധിക്കുക. മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള മതിപ്പ് വലിയ തരത്തിൽ ഉയരുകയും ചെയ്യുമെന്നതാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. അധികം വലിച്ചു നീട്ടുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. റഷ്യ തങ്ങളുടെ നൂതന Su-57 ഫെലോൺ സ്റ്റെൽത്ത് ഫൈറ്റർ ഇന്ത്യക്ക് നൽകാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി കൂട്ടിയിരിക്കുകയാണ്. ഇത്തവണ നമ്മുടെ രാജ്യത്തിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ഓഫർ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നീക്കം. മുൻകാല കയറ്റുമതി നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഫ്രീ ആയ ഒരു ഇടപാടാണ് ഈ ഒരു നീക്കത്തിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഏകദേശം ഒരു 10 വർഷം മുമ്പ് പലതരത്തിലുള്ള ആവശ്യങ്ങളും അതുപോലെ തന്നെ പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നതിൽ വെല്ലുവിളികൾ എടുത്തു കാണിച്ചുകൊണ്ട് Su-57 സഹനിർമ്മാണത്തിനുള്ള റഷ്യൻ ഓഫർ നമ്മുടെ രാജ്യം നിരസിച്ചിരുന്നു. 2025 ഡിസംബർ തുടക്കത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ അതിനൂതന വിമാനത്തിന്റെ കാര്യം വ്യക്തിപരമായി സംസാരിക്കുകയുണ്ടായി. ഈ ഒരു ചർച്ചയ്ക്കിടയിൽ ഇന്ത്യയുടെ തദ്ദേശീയവൽക്കരണ ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരവും നടന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഗുണകരമായി എടുത്തു പറയേണ്ട ഒരു വശം. ഈ ചർച്ചകൾ വലിയ തരത്തിലുള്ള സാങ്കേതിക വശങ്ങളിലേക്ക് പുരോഗമിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ സ്ഥാപനങ്ങൾ ഡിസൈൻ അതുപോലെ തന്നെ കോൺഫിഗറേഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ തന്നെയാണ്. ഉയർന്ന മുൻഗണനയുള്ള ദൗത്യങ്ങളിൽ Su-57 Su-30 MKI സ്ക്വാഡ്രനുകളെ മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെന്ന് ന്യൂഡൽഹിയിലെ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ലൈസൻസ്ഡ് പ്രൊഡക്ഷൻ ചർച്ചകളുടെ സ്ഥിരീകരണം ആക്കം കൂട്ടുന്നുണ്ട്. ഇനി നമ്മുടെ രാജ്യം ഈ യുദ്ധവിമാനങ്ങൾ സംഭരിക്കുന്നത് 3 വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ്. അവ ഏതൊക്കെയാണെന്ന് വളരെ സിമ്പിളായി തന്നെ പറഞ്ഞുതരാം. ആദ്യത്തേതിൽ റഷ്യൻ ഉൽപാദന ലൈനുകളിൽ നിന്നും നേരിട്ട് വാങ്ങുന്നതാണ് ഉൾപ്പെടുന്നത്. ഇതൊരു ഓഫ് ദി ഷെൽഫ് പർച്ചേസ് ആണ്. ഇത് വിദേശ നിർമ്മിത വസ്തുക്കൾ വാങ്ങുന്നതിന് ചെലവ് എടുത്തു കാണിക്കുന്നുണ്ട്. 2016 ബോർഡോയിലെ ദസോയിൽ നിന്ന് ഇന്ത്യ 36 റഫേൽ ജെറ്റുകൾ ഏറ്റെടുത്തിരുന്നു. അതിനും സമാനമായ ഈ ഒരു നീക്കമാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു തരാം. യുദ്ധവിമാനങ്ങളുടെ അടിസ്ഥാന രൂപകൽപ്പനയുണ്ടല്ലോ, അതിൽ ചെറിയ ചില മാറ്റങ്ങളോടെ ഇന്ത്യയിലെ ലൈസൻസോട് കൂടിയ ഉൽപാദനമാണ് ലക്ഷ്യം വെക്കുന്നത്. അതെ, നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നത് തന്നെ സംഭരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇത് രാജ്യത്തിന് വലിയ തരത്തിൽ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. കാരണം ഇന്ത്യൻ ആയുധ സംയോജനത്തിന് വേണ്ടിയുള്ള പൊരുത്തപ്പെടലുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള മിഷനുകൾക്ക് വേണ്ടി വിമാനത്തിന്റെ സോഴ്സ് കോഡിലെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം പുനഃക്രമീകരിക്കാതെ തന്നെ അനുയോജ്യത വർദ്ധിപ്പിക്കൽ എന്നിവയൊക്കെ ഇതിൽ നടന്നേക്കാം എന്നതാണ്. ഇനി ഈ യുദ്ധവിമാന സംഭരണത്തിലെ മൂന്നാമത്തെ രീതി ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തേതും അതുപോലെ തന്നെ ഏറ്റവും അഭിലാഷണീയമായ റൂട്ടും ഇനി പറയാൻ പോകുന്നതാണ്. ഇതൊരു സംയുക്ത പരിപാടിയാണ്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ റഷ്യയിലെയും ഇന്ത്യയിലെയും എക്സ്പേർട്ടുകൾ 2 ടീമുകളായി തിരിഞ്ഞിട്ട് ഇവർക്ക് വ്യത്യസ്ത റോളുകൾ നൽകും. ഇതിൽ ഇന്ത്യൻ എയർഫോഴ്സ് അഭ്യർത്ഥിച്ച ഡസൻ കണക്കിന് ഡിസൈൻ മാറ്റങ്ങൾ ഉൾപ്പെടുത്തുമെന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പുതിയ സ്റ്റാർട്ടപ്പുകളെയും ഇതിൽ ഉൾക്കൊള്ളിക്കും. ഈ സ്റ്റാർട്ടപ്പുകൾ പ്രാദേശികമായി രൂപകൽപ്പന ചെയ്ത ഉപസിസ്റ്റങ്ങളുടെ സംയോജനവും കൈകാര്യം ചെയ്യും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ ഉൽപാദന ലൈൻ സ്ഥാപിക്കുമ്പോൾ തുടക്കത്തിൽ 2-3 സ്ക്വാഡ്രനുകൾ റഷ്യൻ കോൺഫിഗറേഷനിൽ സ്വീകരിച്ചേക്കാം. തുടർന്ന് വരുന്ന യൂണിറ്റുകളിൽ ഒറിജിനൽ യൂണിറ്റിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചേക്കാം എന്നതും മനസ്സിലാക്കുന്നുണ്ട്.